പ്രശാന്തേട്ടാ, ഈ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ചു കാലങ്ങളായി പല വിവാദങ്ങളും ഉണ്ടാകുന്നു. കാരണം അവരെല്ലാം കോടതികളെന്നാണ് അവരുടെ സ്വയം ധാരണ. ഇപ്പോൾ അത്തരത്തിലൊരു സ്വയം ധാരണക്കെതിരെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം തന്നെ കേസെടുത്തിരിക്കുകയാണ്. ഒരു ദ്വയാർത്ഥ പ്രയോഗം, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ റിപ്പോർട്ടർ ചാനലിൽ അരുണിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇനി ബോച്ചയുടെ വഴിയെ അരുണും ജയിൽ സന്ദർശിക്കുമോ? മാധ്യമ പ്രവർത്തനം, സുതാര്യമായ മാധ്യമ പ്രവർത്തനമാണല്ലോ പണ്ട് മുതലേ നമ്മൾ കാണുന്നതും. ഇപ്പോഴും ഭൂരിപക്ഷം ആൾക്കാരും മാധ്യമങ്ങളിൽ കൂടി വരുന്ന വാർത്ത സത്യസന്ധമാണ് ധരിച്ച് വാർത്ത കാണുകയും അല്ലെങ്കിൽ എഴുത്ത് മാധ്യമങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റേറ്റിങ്ങിന് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യത്യസ്തമായ വാർത്തകൾ ഉണ്ടാക്കി അപകടങ്ങളുണ്ടെങ്കിൽ ആ അപകടങ്ങൾ പൊലിപ്പിച്ച് കാണിച്ച് സെൻറ്റിമെൻറ്റ്സുകൾ ഉണ്ടാക്കി അപ്പോൾ വാർത്തയ്ക്കകത്ത് കൂടുതൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കി ആ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുന്ന രീതിയിലേക്ക് വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യം, അതായത് കച്ചവടവൽക്കരിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ വാർത്തകളെ വളച്ചൊടിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. ഇപ്പം ഈ അരുൺകുമാർ, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെതിരെ എടുത്തേക്കുന്നത് പോസ്കോ കേസാണ്. പോസ്കോ കേസ് എന്ന് പറയുമ്പോൾ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ 11 വകുപ്പിട്ടിട്ട്, അതായത് ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ കിട്ടുന്ന അതേ സെക്ഷൻ ഇട്ടുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. ഇതിന് കാരണമാകുന്ന സംഭവം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഈ സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് ഒപ്പനയിൽ പങ്കെടുത്ത ഒരു മലപ്പുറംകാരി പെൺകുട്ടി, ഈ മലപ്പുറംകാരി പെൺകുട്ടിയെ ഒപ്പന കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒപ്പന കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന പെൺകുട്ടിയോട് നീ വലിയ സുന്ദരിയാണല്ലോ, എവിടാണ് വീട്, നാട് എന്നുള്ള രീതിയിലേക്ക് ആ പെൺകുട്ടിയെ വളരെ ശൃംഗാര രൂപത്തിൽ അല്ലെങ്കിൽ സംസാരിച്ച് അത് ചിത്രീകരിച്ചപ്പോൾ പെൺകുട്ടി പരിപാടിയിൽ പങ്കെടുത്ത അതേ വേഷത്തിൽ വരികയാണ്. അപ്പം അതിനകത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടർ, അയാളുടെ പേര് ഷഹനാസ് എന്നാണെന്ന് തോന്നുന്നു, ഷഹനാസ്. അപ്പം അതേ രീതിയിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ട് ഈ വാർത്തയ്ക്കെതിരെ വളരെ കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായി. പല പ്രമുഖ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ജയശങ്കർ വക്കീലൊക്കെ ഇതിനെപ്പറ്റി വളരെ വിമർശനാത്മകമായിട്ട് പല ചാനലുകളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്ത്. ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്രയും വിഷയങ്ങൾ നിൽക്കുമ്പോഴും ഈ വാർത്ത തന്നെ അരുൺകുമാർ, അറിയാമല്ലോ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അരുൺകുമാർ, പല വിവാദങ്ങളിലും പെട്ടിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ ഇദ്ദേഹം കൺസൾട്ടിങ് എഡിറ്റർ ആണെന്ന് തോന്നുന്നു, ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ കൺസൾട്ടിങ് എഡിറ്റർ. ഈ പറയുന്ന ഷഹനാസ് എന്ന് പറയുന്ന ആളിനെയും വേറൊരാളിനെയും കൂടെ വിളിച്ചിരുത്തി ഈ പറയുന്ന പെൺകുട്ടിയെ പറ്റി റിപ്പോർട്ട് ചെയ്ത വാർത്ത വീണ്ടും പിറ്റേന്ന് ആ വാർത്ത ചർച്ച ചെയ്യുകയും ഈ ഷഹനാസ് എന്ന് പറയുന്ന റിപ്പോർട്ടർക്ക് ഈ പെൺകുട്ടിയോട് എന്തോ പ്രേമമാണ് അല്ലെങ്കിൽ ഒരു പ്രേമാഭ്യർത്ഥന നടത്തുന്ന രീതിയിലേക്ക് ഈ വാർത്തയെ വളച്ചൊടിച്ച് വളരെ കൃത്യമായിട്ട് വീണ്ടും പ്രസിദ്ധീകരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ ഒരു വാർത്ത, തലേന്ന് വന്ന വാർത്ത, പിറ്റേന്ന് വന്ന വാർത്ത, ഈ വാർത്തകൾക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു, പൊതുമധ്യത്തിലുണ്ടാകുന്നു. സ്കൂൾ യുവജനോത്സവത്തിൻ്റെതായതുകൊണ്ട് അതിന് വലിയ രീതിയിലുള്ള പ്രചരണം കിട്ടുന്നു. ഈ പെൺകുട്ടി സ്വാഭാവികമെന്ന് കണ്ട് ഇവർ ചോദിച്ച മറുപടികളെല്ലാം പറയുകയും ഇത് വളരെ മോശമായിട്ടാണ്, പെൺകുട്ടി ആരാന്ന് മനസ്സിലാവുന്നു, പെൺകുട്ടിയുടെ പടം വരുന്നു, എല്ലാ രീതിയിലും. അപ്പം ഇതിന് ബാലാവകാശ കമ്മീഷൻ ഒരു കേസെടുത്ത് ഇത് ഒതുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ്റെ കേസ് നിസ്സാരമായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ കേസ് അങ്ങനെ വന്നപ്പോൾ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പരാതി പ്രകാരം ആണ് ഇപ്പോൾ പോസ്കോ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത്. സാധാരണ ചാനലുകൾക്കെതിരെ പോസ്കോ കേസുകളുണ്ട്, നേരത്തെ പലവട്ടം ഏഷ്യാനെതിരെ വന്നിട്ടുണ്ട്, നമ്മുടെ ഈ 24 ചാനലൊക്കെ പല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്കോ കേസ് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ വരുന്ന കേസ്, ഇപ്പം ഹണി റോസിനെതിരെ വന്ന കേസ് അവർ നേരിട്ട് പരാതി കൊടുക്കുക, അവർ പ്രത്യക്ഷ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ വരുന്ന കേസ് ആ കേസിനകത്ത് പെട്ടിരിക്കുന്ന വിക്ടിം അല്ലെങ്കിൽ പരാതിക്കാരി. അല്ലെങ്കിൽ അരുൺകുമാറിൻ്റെ ചില സംസാരങ്ങൾ കേട്ടിട്ട് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ധാരണയുള്ള എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു വ്യക്തി
ഇങ്ങനെ കേസിൽ പെടുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനിയെങ്കിലും അംഗീകരിക്കുമോ തൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന്? അത് അംഗീകരിച്ചാലും കേസായി. ഇപ്പം ഞാനീ പറഞ്ഞത് ഇവരെ മറച്ചു പിടിക്കണമെന്നുണ്ട്. പോസ്കോ പ്രകാരം കേസ് എടുത്ത ഇപ്പം ഒരാളുടെ ആ വ്യക്തി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയുടെ പേരും മേൽവിലാസവും മറ്റു കാര്യങ്ങളും വെളിവരുന്ന ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു കേസ് വരും. അങ്ങനത്തെ കേസെന്ന് പറയുന്നത് സാധാരണ 1 കൊല്ലം വരെ ശിക്ഷ കിട്ടുന്ന കേസാണ്. അതിനകത്ത് സെക്ഷൻ 24/4 അനുസരിച്ച് ആ കേസ് എടുക്കുന്നത്. പക്ഷേ ഇത് സെക്ഷൻ 11 വരും. 11 വരുമ്പം ഇത് നമ്മളൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന അതേ ലെവലിൽ 3 വർഷം വരെ കഠിന തടവും അല്ലെങ്കിൽ 6 മാസം വരെ പിഴയും കിട്ടുന്ന ഒരവസ്ഥയാണ്. ഇപ്പം ഇദ്ദേഹം ഡോക്ടർ അരുൺകുമാറാണ്. ഈ ഡോക്ടർ അരുൺകുമാറിന് ഈ ശ്രീത്ത് പറഞ്ഞതുപോലെ എല്ലാ വിഷയത്തിലും വളരെ പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പം ഇദ്ദേഹം പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭഗവത്ഗീതയിൽ വരെ പാണ്ഡിത്യം ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു ഭഗവത്ഗീതയ്ക്ക് അനുകൂലം അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശകലനം ചെയ്ത് ഭഗവത്ഗീതയെ സ്ത്രീകൾ പാപയോനിയിൽ പിറക്കുന്നവളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പാപയോനിയെ പറ്റി ഒരു വിശദീകരണം അദ്ദേഹം നടത്തി. അത് വലിയ ചർച്ചയായതാണ്. അല്ല, കഴിഞ്ഞ വർഷം തന്നെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ പാവപ്പെട്ട പഴയടത്തിന്റെ ബ്രാഹ്മണിക്കൽ ഹെജിമണി തേടി പോയി. അതെ, ബ്രാഹ്മണിക്കൽ ഹെജിമണി, പിന്നെ പുള്ളിയെ ഇവിടെ ബീഫ് കൊണ്ടുവന്നാലേ പിള്ളേർക്ക് ഊർജ്ജം ലഭിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടും, അതുപോലെ മസാല ദോശയ്ക്കകത്ത് വരെ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി, അങ്ങനെ ഇങ്ങനെ വിവാദമായിട്ടുള്ള പല കാര്യങ്ങളും ബീഫിന്റെ പുറകെയും അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ പുറകെയും പുള്ളിയുടെ വാചകത്തിൽ ബീഫ് മോശമാണ്, അല്ലെങ്കിൽ ഭഗവത്ഗീത മോശമാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി മോശമാണ്. പക്ഷേ പുള്ളിയെപ്പറ്റി ദീർഘമായി തിരക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ പറയുന്ന ഭഗവത്ഗീതയ്ക്കിടെ തത്വം അനുസരിച്ച് അല്ലെങ്കിൽ ഈ കർമ്മയോഗം അനുസരിച്ച് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നതും അദ്ദേഹം അതിനനുസരിച്ച് ജീവിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ബീഫ് എന്ന് പറയുന്ന സാധനം കൊണ്ടുകയറ്റാത്തതും, അതായത് ഇദ്ദേഹം ഈ പൊതുജനത്തെ ഉദ്ധരിക്കാൻ ഉപയോഗിക്കുന്ന ബീഫും ഭഗവത്ഗീതയെ മോശമാണെന്ന് ഉദ്ധരിക്കുമ്പോഴും ബീഫ് എല്ലാവരും കഴിക്കണമെന്ന് പറയുമ്പോഴും ബീഫ് തിരക്കുന്ന അടുക്കളയിൽ കയറി ബീഫ് തിരക്കുമ്പോഴും പുള്ളിയുടെ അടുക്കളയിൽ ബീഫുമില്ല, പുള്ളി ഭഗവത്ഗീത തത്വം അനുസരിച്ചൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, ഇദ്ദേഹത്തിൻ്റെ ഈ മാധ്യമ പ്രവർത്തനം ചില കാര്യങ്ങൾ ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹം ചെയ്യാത്തതാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ അത് ഉയർത്തി കാണിക്കാൻ ആരോ ഏൽപ്പിക്കുന്നത് പോലെ, ബീഫിൻ്റെ വിഷയത്തിൽ പുള്ളിയെ കാണിക്കുന്ന ആർജവം, പുള്ളി ബീഫ് കഴിക്കുന്ന ആളാണെങ്കിൽ മതി. മനസ്സിലായില്ലേ? ഭഗവത്ഗീത തെറ്റാണെന്ന് പറയുമ്പോൾ പുള്ളിക്കത് വിശകലനം ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ മതി. അപ്പം ബീഫ് കഴിക്കാതെ ബീഫ് എല്ലാവരും കഴിച്ചോളണം, ഇതിനെതിരായിട്ട് ചിലരുണ്ടെന്ന് പറയുമ്പോൾ അത് ആർക്ക് വേണ്ടിയോ പറയുന്ന പോലെ നമുക്ക് തോന്നില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാതെ അത്തരത്തിലൊരു പ്രചാരണം നമ്മളെ കൊണ്ട് പരസ്യം പറയുമ്പോൾ ശ്രീതിനെ കൊണ്ടൊരു പരസ്യത്തെ അഭിനയിപ്പിക്കുമോ? ശ്രീതിനിപ്പം ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് പൗഡറിൻ്റെയോ ഒരു സോപ്പിൻ്റെയോ എല്ലാം പരസ്യം, ശ്രീതിനിപ്പോൾ ആ സോപ്പിനോടൊന്ന് കമ്മിറ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ശ്രീത്ത് അങ്ങ് മേടിച്ച് കുളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ശ്രീത്തിൻ്റെ പൈസ മുടക്കുകയും ചെയ്യത്തില്ല. ശ്രീത്തിനെ പൊതുജനം അറിയുന്ന ഒരാളാണെങ്കിൽ ശ്രീത്തിൻ്റെ അടുത്ത് പറയുക, കമ്പനിക്കാരൻ വന്ന് പറയും നിങ്ങൾക്ക് ഇത്ര രൂപ അന്നേരം നിങ്ങൾ ഞങ്ങളുടെ സോപ്പിൻ്റെ പരസ്യം ചെയ്യണം. ഒരുപക്ഷെ ശ്രീത്ത് ആ സോപ്പ് ഉപയോഗിക്കാത്ത ആളായിരിക്കും, ശ്രീത്തിന് ഇഷ്ടമല്ലായിരിക്കും, ശ്രീത്ത് പൈസ കിട്ടുമെന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇത് തന്നെ ഇപ്പോൾ അരുണും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുണിന് ബീഫ് ഇഷ്ടമല്ല, അരുണിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കാറില്ല, അരുണിൻ്റെ ഭാര്യ ഉപയോഗിക്കാറില്ല, പിന്നെന്തിന് അരുണ് ബീഫിനെ പറ്റി പറയുന്നു? ഭഗവത്ഗീതയെ പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള പാണ്ഡിത്യം ഡോക്ടർ എന്ന് പറയുന്നത് കൊണ്ട് അരുൺ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഭഗവത്ഗീത മോശമാണ്, ഭഗവത്ഗീതയിൽ പറയുന്ന പാപയോനിയുടെ അർത്ഥം ഇതാണ്, അല്ല പാപയോനിയുടെ അർത്ഥം അതല്ല. സംസ്കൃതത്തിൽ പാപയോനിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ് അർത്ഥം. അത് പോട്ടെ, അതിനെപ്പറ്റി നമ്മൾ വ്യാഖ്യാനിക്കണം, നമ്മൾ നേരത്തെ ഈ ചാനലിനെത്തിന്. അപ്പോൾ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിനെ പറ്റി വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് റിപ്പോർട്ടർ ചാനൽ നേരത്തെ ഇതുപോലെ നമ്മൾ ഈ മരമുറി കേസിലെ പ്രതിയായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് ഇതിൻ്റെ മുതലാളിമാർ. അപ്പോൾ അവർക്കെതിരെ അന്ന് എതിരെ റിപ്പോർട്ട് കൊടുത്ത അല്ലെങ്കിൽ ഈ മരമുറി കേസിനകത്ത് ഇവർ പ്രതിയുണ്ട്, ആ കേസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ, ആ DYSPയും അതിനോടനുബന്ധിച്ചിരിക്കുന്ന ഒരു CAയും ഒരു പോലീസുകാരനെയും പറ്റി, ഒരു സ്ത്രീയെ പറ്റി ബലാത്സംഗ കുറ്റത്തിന് കേസ് കൊടുപ്പിച്ചില്ല. ഒരു ദിവസം രാവിലെ ഒരു സ്ത്രീ വളരെ തലേന്ന് തൊട്ടേ റിപ്പോർട്ടർ ഇങ്ങനെ വളരെ വലിയൊരു വാർത്ത ഞങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് ഈ ഒരു സ്ത്രീയെപ്പറ്റി ഇത്തരത്തിലൊരു ആരോപണം പുറത്തു വിടുകയും ഇത്തരത്തിലൊരു ആരോപണമായതുകൊണ്ട് ഒരു സ്ത്രീ നേരിട്ട് പറയും, അതൊരു IAS ഉദ്യോഗസ്ഥൻ, ഒരു DYSP, അതിന് താഴത്തെ ഉദ്യോഗസ്ഥൻ, ഇവർ 3 പേരും കൂടെ വളരെ ബലമായിട്ട് ഒരു കേസുമായിട്ട് അനുബന്ധിച്ച് അവിടെ ചെല്ലുന്ന ഒരു സ്ത്രീയെ മാറി ബലാത്സംഗം ചെയ്യുന്ന ഒരു ഈ കേരളം അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് പോയി ഇത് റിപ്പോർട്ട് ചെയ്യും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു കാര്യമേ നടന്നിട്ടില്ല. ആ രീതിയിൽ കേസുകൾ ഉണ്ടാക്കുന്നു, അവർക്കെതിരെ വരുന്ന ആൾക്കാർക്കെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് കേസെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ കൃത്യമായ വാർത്ത ചെയ്യുന്നൊരവസ്ഥ വരുന്നു. ഇതേ രീതിയിൽ പണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഈ മാധ്യമരംഗം സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞൊരു
പ്രചരണം വന്നായിരുന്നല്ലോ. അന്നേരം ഇടതുപക്ഷവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ അതിനെതിരെ നടത്തിയ ഒരു പ്രചരണം ഞാനിപ്പോൾ ഓർക്കുകയാണ്. മാധ്യമങ്ങൾ ഒരിക്കലും സ്വകാര്യ മേഖലയിൽ അനുവദിക്കാൻ പാടില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മുതലാളിക്ക് ഈ മാധ്യമം എന്ന് പറയുന്നതിനെ മേടിക്കാൻ കഴിയുകയും വാർത്തകൾ സുതാര്യമല്ല, സത്യസന്ധമല്ലാത്ത വാർത്തകൾ അവരുടെ സ്വാധീനത്തിൽ കൊടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് റിപ്പോർട്ടറിനെയും ഈ മീഡിയ വണ്ണിനെയും ഒക്കെ വെച്ച് അല്ലെങ്കിൽ തുലനം ചെയ്യുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. കാരണം ശ്രീജിത്തിൻ്റെ പൈസ ഉണ്ടെന്ന് വെച്ചു, ശ്രീജിത്തിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ശ്രീജിത്ത് ഒരു സാറ്റലൈറ്റ് ചാനൽ അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെ ആളാണെങ്കിൽ അതിന് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ശ്രീജിത്തിന് എന്ത് വാർത്ത ചെയ്യാൻ പറ്റാത്ത ഇത് വാർത്തകൾ എന്ന് പറയുമ്പോൾ പണ്ടുതൊട്ടേ നമ്മുടെ തോന്നൽ ചാനലിൽ കൂടി പറയുന്ന വാർത്തകൾ ശരി, പത്രത്തിൽ എഴുതി വരുന്ന വാർത്തകൾ ശരി, അപ്പം ആ രീതിയിൽ ആൾക്കാർ വിശ്വസിപ്പിക്കും. അല്ലെങ്കിൽ വാർത്തകൾ വരുന്നതിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ കേസെടുക്കുന്ന ഒരവസ്ഥ, അന്വേഷണം വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആക്ഷേപം വന്നു എന്ന് കണ്ടുകൊണ്ട് ഇല്ലാത്ത കേസ് പോലും ചമയ്ക്കാൻ തയ്യാറാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത്തരത്തിൽ മേലുദ്യോഗസ്ഥന്മാരും ഒക്കെ ഉള്ളൊരു നാടാണിത്. അപ്പോൾ ഈ രീതിയിൽ വാർത്തകളെ വളച്ചൊടിക്കുന്ന, വാർത്തകളെ ഇഷ്ടത്തിന് ഉപയോഗിക്കുന്ന, ചാനലുകളെ സ്വന്തം താല്പര്യത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇദ്ദേഹം ഡോക്ടറാണ്. ഇദ്ദേഹം ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രൊഫസറിന്റെ പണി മാറ്റിവെച്ചിട്ട് അവധിയെടുത്തിട്ട് ഒരു ചാനലിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വാർത്തകൾ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും നാട്ടുകാർക്ക് ഉതകുന്ന രീതിയിലും കൊടുക്കുന്നതിനാണെന്ന് നമ്മൾ ധരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വരുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന വാർത്തകൾ, അദ്ദേഹം കൊടുക്കുന്ന സന്ദേശങ്ങൾ, അദ്ദേഹം നാടിന് പകരുന്ന വിഷയങ്ങളെ പറ്റി പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക താല്പര്യത്തോടുകൂടി കൊടുക്കുന്നു. ചില വാർത്തകൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ചിലരെ ആക്ഷേപിക്കുന്നതിന് കൊടുക്കുന്നു. ഏറ്റവും അവസാനം ഒരു പെൺകുട്ടിയുടെ അടുത്ത് മ്ലേച്ഛമായി സംസാരിച്ച ഒരു റിപ്പോർട്ടറുടെ മനസ്സിലിരിക്കുന്ന താല്പര്യം അത് പ്രേമമാണ് അല്ലെങ്കിൽ കാമമാണ് എന്ന് ആ പെൺകുട്ടിക്ക് തോന്നത്തക്ക രീതിയിൽ ആ വാർത്ത തന്നെ പിറ്റേന്നെടുത്ത് കൊടുക്കുകയും ആ വാർത്തയിലൂടെ ഇയാൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിൽ ഒരു മെസ്സേജ് കൈമാറുമൊക്കെ ചെയ്തതിനാണ് ഇപ്പോൾ പോസ്കോ കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിൽ എടുത്തിരിക്കുന്ന അതേ വിശ്വാസത്തെ നിലനിർത്തി മാധ്യമ പ്രവർത്തനം സുതാര്യമായിട്ടും ആൾക്കാർക്ക് പഴിയില്ലാതായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളെയും ഇത്തരത്തിൽ ആൾക്കാർ കാണുന്ന ഒരവസ്ഥയുണ്ടാവും. അത് ഈ രാജ്യത്തിൻ്റെ ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിന് പോലും ഭൂഷണമല്ലാത്തൊരവസ്ഥ. കാരണം മാധ്യമങ്ങളാണ് പലതും വെളിയിൽ കൊണ്ടുവരുന്നത്, മാധ്യമങ്ങളാണ് പല തെറ്റുകളും ഉയർത്തിക്കാണിച്ച് നേരെ നടത്തുന്നത്. അപ്പം ഇത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുകയും താല്പര്യങ്ങൾക്ക് വശംവദരാകുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനം ഈ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒന്നും ഭൂഷണമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.